ഹലോ എവ്രി വൺ, ഇറ്റ്സ് മീ ചന്ദ്രു. ആൻഡ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന നമ്മുടെ ചാനലിൽ വന്നിട്ടുള്ള കുറച്ച് കമന്റ്സ് ആണ്. ഈ കമന്റ്സ് എല്ലാം തന്നെ കേട്ടറ്റ് അല്ലെങ്കിൽ JLT എക്സാംസ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടതാണ്. ഓക്കെ, അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഇന്നത്തെ ഈ ചെറിയ വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ആദ്യത്തെ കമന്റിലേക്ക് പോകാം. JLT ഹിന്ദി സിലബസ് ബേസ്ഡ് ക്ലാസ് ഇടാമോ? കേട്ടറ്റിന് ക്ലാസ് വളരെ യൂസ്ഫുൾ ആയിരുന്നു. ഓക്കെ, JLT ഹിന്ദി ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ നോക്കാം. കാരണം കൂടുതൽ കമന്റ്സ് ഒക്കെ വരുവാണെങ്കിൽ നമ്മൾ അതിൽ കൂടി വീഡിയോസ് ചെയ്യാനായിട്ട് നോക്കാം. ഇതിന് പല പ്രാവശ്യം തുടങ്ങണമെന്ന് ഓർത്തിട്ടും പല കാര്യങ്ങൾ കൊണ്ട് നമ്മളതൊക്കെ സ്കിപ്പ് ചെയ്യേണ്ട വന്നിട്ടുണ്ട്. കേട്ടറ്റിന് ക്ലാസ് യൂസ്ഫുൾ ആയിരുന്നു, താങ്ക് യു. ഇനി അടുത്തതാണ്. അപ്പോൾ നമ്മൾ JLTനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കറിയാം, കേട്ടറ്റ് എക്സാം ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞിട്ടാണ് നിങ്ങൾ JLTയിലേക്ക് വരുന്നത്. അപ്പോൾ നിങ്ങൾ കേട്ടറ്റിന് വേണ്ടി ഓൾറെഡി പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അതിനൊപ്പം തന്നെ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് അല്ലെങ്കിൽ കുറച്ചുകൂടി ഡീപ്പായിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ JLT എക്സാമിന് കുറച്ചുകൂടി ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ നോക്കുക. ഓക്കെ, വീഡിയോസ് ചെയ്യാൻ പറ്റുമെന്നും കൂടി നോക്കാം. പ്ലീസ് ഡു ക്ലാസ്സസ് ഫോർ ടോപ്പിക് കാവ്യ, സമ്പ്രദായ, രാസ്, അലങ്കാർ, രീതി, ധ്വനി, ഔചിത്യ, ദോഹ, ചോപ്പായി എക്സെട്ര. ഓക്കെ, ഈ പോയിന്റ്സുകളായിട്ട് ബന്ധപ്പെട്ട് വീഡിയോസ് ചെയ്യാനാണ്. നമ്മളിത് അപ്ലോഡ് ചെയ്തിട്ടില്ല. ഓക്കെ, എവിടെയൊക്കെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്ത് പോയിട്ടുണ്ടാകും. അതിൽ അല്ലാതെ നമ്മൾ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ഈ ടോപ്പിക്കുകളൊന്നും തന്നെ ചെയ്തിട്ടില്ല. ഇനി വരുന്ന സമയത്ത് നമുക്ക് ചെയ്യാനായിട്ട് നോക്കാം. ഓക്കെ, കാരണം മെയിൻലി നമ്മൾ എന്താണ് PYQs വെച്ചിട്ടാണ് വീഡിയോസ് ചെയ്യുന്നത്. അപ്പം കഴിഞ്ഞ ഏതെങ്കിലും എക്സാമിന് വന്നിട്ടുള്ള ഒരു ടോപ്പിക് എടുക്കുന്നു, അതിൽ വീഡിയോ ചെയ്യുകയാണ് ചെയ്യാറ്. നമുക്ക് അടുത്ത കമന്റിലേക്ക് പോവാം. എന്തായാലും നമ്മൾ വരുന്ന ടൈമിൽ അതുകൂടി ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് നോക്കും. ഇതിലെ ആൻസർ മറ്റു ചാനലിൽ വേറെ എന്നാണല്ലോ പറയുന്നത്. ഓക്കെ, നമ്മളൊരു ആൻസർ കീ ചെയ്തായിരുന്നു കേട്ടറ്റ് ഡിസംബർ 2022, കുറേ വർഷമായി, 4 വർഷം. ഓക്കെ, അതിൽ വന്നൊരു കമന്റ് ആണ് ഈയിടെ. അപ്പോൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ അന്ന് ആൻസർ കീ ചെയ്തപ്പം ചിലപ്പോൾ എന്താണ് നമ്മൾ പെട്ടെന്ന് ചെയ്യുന്നതുകൊണ്ടും പല കാര്യങ്ങൾ കൊണ്ടും എന്താണ് ചേഞ്ചസ് വരാം പിന്നീട്. ഓക്കെ, അല്ലെങ്കിൽ പ്രൊവിഷനിൽ വരുമ്പോൾ ചേഞ്ചസ് വരാം. അപ്പോൾ ആ കാര്യം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് ആൻസർ കീ വീഡിയോസിൽ എല്ലാം കറക്റ്റാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ചിലത് തന്നെ നമ്മൾ തന്നെ ചെയ്യുമ്പോൾ പറയാറുണ്ട് ഇതിൽ ഡൗട്ട് ഉണ്ട് എന്ന രീതിയിൽ പറയാറുണ്ട്. ഓക്കെ, എനിവേസ് ഞാനിപ്പോൾ ആൻസർ കീ വീഡിയോസ് അങ്ങനെ അപ്ലോഡ് ചെയ്യാറുമില്ല. നമ്മൾ എന്താണ് ഡയറക്റ്റ് ടോപ്പിക് വൈസ് ക്ലാസ്സസ് ആണ് കണ്ടിന്യൂ ചെയ്യാറുള്ളത്. ഓക്കെ, അങ്ങനെ പല കൺഫ്യൂഷൻസ് വരുന്നതുകൊണ്ടാണ്. കാരണം നമ്മൾ നോക്കുമ്പോഴും ചിലപ്പോൾ എന്താണ് എല്ലാ ക്വസ്റ്റ്യൻസിനും എനിക്കും ആൻസർ ചിലപ്പോൾ കിട്ടണമെന്നില്ല. അപ്പം അങ്ങനെ വരുമ്പോൾ പ്രശ്നങ്ങൾ വരും. അതുകൊണ്ട് ആൻസർ കീ പൊതുവെ സ്കിപ്പ് ചെയ്യാറുണ്ട്. പിന്നെ ക്വസ്റ്റ്യൻ പേപ്പർ ഇപ്പം അങ്ങനെ കിട്ടാറില്ല. അപ്പോൾ ആ രീതിയിൽ പോകുന്നത് നമുക്ക് നോക്കാം. കേട്ടറ്റ് റെക്ടിഫൈഡ് കീ എപ്പോൾ വരും? ഓക്കെ, കേട്ടറ്റിൻ്റെ റെക്ടിഫൈഡ് കീനെ കുറിച്ച് വരുവാണെങ്കിൽ ഇപ്പം നമുക്കറിയാം ഇലക്ഷനും പരിപാടികളൊക്കെ കഴിഞ്ഞേ ഉള്ളൂ. ഉടനെ അതിൻ്റെ റെക്ടിഫൈഡ് കീ വരൂ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അത്ര മാത്രമേ ഉള്ളൂ. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഇനിയിപ്പോൾ നെക്സ്റ്റ് കേട്ടറ്റ് എക്സാം എന്ന് പറയുന്നത് ഏകദേശം ജൂൺ, ഇപ്പം എന്താണ് മെയ് പകുതി ആയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നാലും ജൂൺ അവസാനം അല്ലെങ്കിൽ ജൂലൈ ആദ്യമായിട്ടൊക്കെയാണ് എക്സാം നടക്കാൻ സാധ്യതയുള്ളൂ. ഓക്കെ, അപ്പോൾ അതിനു മുമ്പ് ഇതിൻ്റെ റിസൾട്ട് വന്നാലാണ് അടുത്ത നോട്ടിഫിക്കേഷൻ വരത്തുള്ളൂ. അപ്പോൾ അതായത് ഇനി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ടൈമുണ്ട്. നിങ്ങൾ പ്രിപ്പറേഷൻ നല്ല രീതിയിൽ തുടങ്ങുക. ഓക്കെ, അതാണ് ആൻസർ കീയെ കുറിച്ച് പറയാനുള്ളത്. ഇപ്പോൾ ഒഫീഷ്യലി അവർ എപ്പോൾ പബ്ലിഷ് ചെയ്യുക അപ്പോൾ നമുക്ക് കിട്ടത്തുള്ളൂ. അതിലല്ലാണ്ട് ഇപ്പം ഒന്നും പറയാനില്ല. പക്ഷെ നമുക്ക് ഈ ഒരു മാസം വരുമെന്ന് പ്രതീക്ഷിക്കുക, അത്ര മാത്രമേ ഉള്ളൂ. പിന്നെ സിലബസ് ഇടാമോ 3 and 4? ഓക്കെ, കേട്ടറ്റിൻ്റെ 3 and 4 സിലബസ് നമ്മൾ ഓൾറെഡി സിലബസ് എന്ന് പറഞ്ഞ പ്ലേലിസ്റ്റ് ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിനകത്ത് ഓൾറെഡി ഉണ്ട്. ഓക്കെ, അപ്പം നമ്മൾ പല വീഡിയോസ് ചെയ്യുമ്പോഴും പറയുന്ന കാര്യമാണ് സിലബസ് അതിനകത്തുണ്ട്. അപ്പം നിങ്ങൾ നോക്കുക എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അത് തന്നെയാണ് വീണ്ടും പറയാനുള്ളൂ. സിലബസ് അതിനകത്തുണ്ട്, നിങ്ങളത് ഒന്നുകൂടി ഒന്ന് നോക്കുക. ഓക്കെ, കാരണം സിലബസിൽ വലിയ വ്യത്യാസം ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ വീണ്ടും ചെയ്യാതെ. പക്ഷെ ഞാൻ കുറേ വർഷങ്ങൾക്ക് മുമ്പാണ് ആദ്യം ചെയ്തത്. അതുകൊണ്ട് ഈ കഴിഞ്ഞ എക്സാമിന് വേണ്ടി നമ്മൾ വീണ്ടും സിലബസ് വീഡിയോസ് ഒന്നുകൂടി ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇപ്പോൾ ഡിഗ്രി ഫൈനൽ എക്സാം കഴിഞ്ഞു ഹിന്ദി. സോ ഇനി ഒരു കാറ്റഗറി കേട്ടിട്ട് എഴുതണമല്ലോ. 2026 ഡേറ്റ് എന്നാന്ന് അറിയാമോ? പ്ലീസ് റിപ്ലൈ. ഓക്കെ, ഇനി അടുത്ത ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ നടന്ന എക്സാമിൻ്റെ റിസൾട്ട് വരാനുണ്ട്. അത് കഴിഞ്ഞ് അതായത് ഏകദേശം ജൂൺ ജൂലൈയോട് കൂടി അടുത്ത എക്സാം നടക്കത്തുള്ളൂ. എന്തായാലും ഒന്നുകിൽ ജൂൺ അവസാനം അല്ലെങ്കിൽ ജൂലൈ ആദ്യം. ആ ഒരു ഫോർമാറ്റിലായിരിക്കും ഇനി അടുത്ത എക്സാം നടക്കുകയുള്ളൂ. അപ്പോൾ ആ രീതിയിൽ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക. കേട്ടറ്റ് കാറ്റഗറി 4ന്റെ PYQ എങ്ങനെ കിട്ടും? ചാനലിൽ കിട്ടും. ഓക്കെ, കേട്ടറ്റ് കാറ്റഗറി 4ന്റെ PYQന്റെ കാര്യം പറയുകയാണെങ്കിൽ കുറച്ച് നമ്മൾ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, വീഡിയോസിൽ നമ്മൾ എന്താണ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ ആൻസറിൽ ചേഞ്ചസ് വരാം. ഓക്കെ, എനിവേസ് നിങ്ങൾക്ക് അതിൻ്റെ PYQs അല്ലെങ്കിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് കിട്ടണമെങ്കിൽ ഒന്നെങ്കിൽ നിങ്ങൾക്ക് ആ വീഡിയോസ് റെഫർ ചെയ്യാം. ഓക്കെ, അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് മാത്രം നോക്കുക. ഇപ്പോൾ എല്ലാം ശരിയാവണമെന്ന്. ഇപ്പോൾ എൻ്റെ കാര്യം തന്നെ ഞാൻ പറഞ്ഞത്
വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയാൽ ചിലപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ വരാം. ഓക്കെ, അപ്പോൾ PYQ എങ്ങനെ കിട്ടുമെന്ന് ഒന്നുകിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഓൾഡ് വീഡിയോസ് എൻ്റെ ആണെങ്കിലും മറ്റ് ചാനൽസിൻ്റെ ആണെങ്കിലും ഉണ്ട്, അത് നോക്കി കണ്ടുപിടിക്കാം. അതല്ലെങ്കിൽ നമ്മുടെ ടെലഗ്രാം ചാനലിൽ എനിക്ക് കിട്ടിയ അത്രയും ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, PDF ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ കുറേ വർഷങ്ങളിൽ. അപ്പോൾ അത് റെഫർ ചെയ്യാം. കാരണം പഴയ ക്വസ്റ്റ്യൻ പേപ്പർ PDF ആയിട്ട് കിട്ടിയ ബുദ്ധിമുട്ടാണ്. നമുക്ക് അങ്ങനെ കിട്ടിയത് കൊണ്ട് നമ്മൾ അന്നത്തെ ഒക്കെ ഇട്ടിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ ആരും അങ്ങനെ അയച്ചു തരാറുമില്ല. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ്. ഞാൻ ജസ്റ്റ് കുറച്ച് കമൻസുകൾ റാൻഡമായിട്ട് എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ചാനലിൽ വന്നിട്ടുള്ള കുറച്ച് കമൻസുകൾ എടുത്ത് ഒരു ചെറിയ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നുള്ളൂ. നമ്മുടെ പ്രിപ്പറേഷനിൽ തുടങ്ങണം, അതുപോലെ തന്നെ കൂടുതൽ വീഡിയോസ് ചെയ്യാം എന്നൊക്കെ വിചാരിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. ഓക്കെ, ഒരുപക്ഷെ നമ്മൾ ഈ ഒരു ഫോർമാറ്റിൽ ചെയ്താലോ എന്നുകൂടി ആലോചിക്കുന്നുണ്ട്. അതായത് നോട്ട്സ് ഇല്ലാതെ നമ്മളിങ്ങനെ വന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്ന രീതിയിൽ ഒരുപക്ഷെ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, അപ്പം അങ്ങനെ പല പല ഐഡിയാസ് ഉണ്ട്. ഓക്കെ, നോക്കാം നമുക്ക് എത്രത്തോളം കംപ്ലീറ്റ് ആകുന്നു. ഓക്കെ, അപ്പം ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ വീഡിയോസ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് എളുപ്പമുണ്ട്. കൂടുതൽ പ്രിപ്പയർ ചെയ്യുകയൊന്നും വേണ്ട. നല്ല രീതിയിൽ മീൻസ് എന്താണ് പോയിന്റ്സ് ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് നല്ല രീതിയിൽ ഇങ്ങനെ പ്രസന്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, മറ്റേതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നോട്ട്സ് ടൈപ്പ് ചെയ്യണം. അങ്ങനെ ടൈം കൂടുതൽ പോകുന്നതുകൊണ്ടാണ് വീഡിയോസിൽ ഡിലേ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ വീഡിയോസിൽ. അപ്പോൾ കേട്ടതിന് ഇനി പ്രിപ്പയർ ചെയ്യുന്നവർ നന്നായിട്ട് പ്രിപ്പറേഷൻ തുടങ്ങുക. അടുത്ത എക്സാം ഉടൻ തന്നെ അതിനുള്ള നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, സോ ഗൈസ് സീ യു ഇൻ ദ നെക്സ്റ്റ്. തത്തക്കല്. ഓക്കെ, ബൈ.